ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മാർച്ച് മാസത്തിൽ മാർക്കറ്റ് അടിച്ച് ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏപ്രിൽ മാസത്തിൽ 23,947 ഭാഗത്താണ് POC വന്നിരിക്കുന്നത്. ഇതേ സമയം നിങ്ങൾ നോക്കുമ്പോൾ സമയത്ത് ഏപ്രിൽ, അതിനുശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏപ്രിൽ കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് മെയ് നോക്കുമ്പോൾ 23,700. മെയ് മാത്രമാണ് കുറച്ച് POC താഴേക്ക് വന്നത്. അതിന്റെ പിറ്റേ മാസമായ കഴിഞ്ഞു പോയ മാസമായ ജൂൺ മാസത്തിൽ, നമ്മുടെ ജൂൺ മാസം നിങ്ങൾ നോക്കുന്ന സമയത്ത് 23,930 ഭാഗത്ത് POC. ഈ ഇപ്പൊ എൻഡ് ആവാൻ പോകുന്ന ജൂലൈ മാസത്തെ POC 24,000 ഭാഗത്ത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ 24,000 ഭാഗത്ത് കിടന്ന് ഈ പ്രേതം ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ 24,000 എന്ന് പറഞ്ഞ പ്രേതം നമ്മളെ നിഫ്റ്റിയെ വിട്ട് കറങ്ങി പോകുന്നില്ല, മാർക്കറ്റ് ഒരിടത്തും പോകുന്നില്ല. ഓരോ ദിവസം കഴിയുന്നോറും നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഇന്നിപ്പോ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞു പോയ ജൂൺ മന്തിന്റെയും ഈ മന്തിന്റെയും വാല്യൂ ഏരിയ ഹൈ എക്സാക്ട്ലി സെയിം ആണ്. നമ്മളെ വാല്യൂ ഏരിയ ലോക്ക് മാത്രം നമ്മൾ കഴിഞ്ഞ മാസത്തെ POCയുടെ ഭാഗത്തേക്ക് മെർജ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ മാസം ഹൈ ബ്രേക്ക് ചെയ്ത് നിന്നു, എന്നാൽ ലോവർ ലോ വന്നിട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൂവ്മെന്റിന്റെ തുടക്കമാണോ എന്നൊരു സംശയം എനിക്ക് നമ്മുടെ മാർക്കറ്റിലുണ്ട്. അത് എത്രത്തോളം കൃത്യമായിട്ട് മാർക്കറ്റിൽ അത് ക്ലാരിറ്റി തരുന്നെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം, അതിൻ്റെതായ സൈൻസുകൾ കാണിച്ചു തുടങ്ങണം. അതായത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിഫ്റ്റി എന്താണ് ഈ ഒരു 24,269 അല്ലെങ്കിൽ 24,270 കട്ട് ചെയ്ത് 24,500 ഭാഗത്തേക്കും പോയി അതിന് മുകളിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ അടിച്ച ഏപ്രിൽ മാസത്തെ വാല്യൂ ഏരിയ ഹൈ ആയ 24,573 മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയാം ഈ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് മാർക്കറ്റിൽ വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്? ഒരു ഹെവി ആയിട്ട് ലിഫ്റ്റ് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഓവറോൾ സ്ട്രക്ചർ ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. ഇന്ന് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, പെർഫെക്റ്റ്ലി പറയണമെങ്കിൽ നിഫ്റ്റി ഒരു ന്യൂട്രൽ ഡേ, രണ്ട് സൈഡിലും ആശാൻ ഒരു ബ്രേക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ IB നിങ്ങൾ നോക്കുകയാണെങ്കിൽ IB ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റാണ്. അപ്പൊ ഇന്ന് 28 ജൂൺ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് മാർക്കറ്റിൽ ഇതാണ് നമ്മളെ ഹൈ 24,040.90 ഹൈ. 24,041.15 ഹൈ അടിച്ചു, ലോയും ബ്രേക്ക്. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി പെർഫെക്റ്റ്ലി പറയുകയാണെങ്കിൽ രണ്ട് സൈഡിലും ആശാൻ ബ്രേക്ക് ചെയ്ത് വന്നിട്ട് ഇൻസൈഡ് എന്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്ത ഒരു ന്യൂട്രൽ ഡേ ആയിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ന്യൂട്രൽ ഡേ എന്ന് പറഞ്ഞാൽ എപ്പോഴും മനസ്സിൽ ഓർത്തുകൊള്ളുക, ന്യൂട്രൽ ഡേ ആൾവേസ് ഫോളോഡ് ബൈ എ ട്രെൻഡ് ഡേ എന്ന് പറഞ്ഞാൽ നാളെ ഓഗസ്റ്റ് മാസത്തെ പുതിയ കോൺട്രാക്ട് അങ്ങ് സ്റ്റാർട്ട് ആയാണ്. അപ്പൊ നാളെ ഈ 24,040 അല്ലെങ്കിൽ 45 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും? എന്നെ സംബന്ധിച്ച് പറഞ്ഞ 24,200 വരെ നിഫ്റ്റി പോകാനുള്ള ചാൻസ് മാർക്കറ്റിൽ കൂടുതലാണ്. ഇതാണ് എനിക്ക് സ്ട്രക്ചറൈസ് ചെയ്ത് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള ഒരു ലെവൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ. സോ ഇന്നത്തെ POC വരുന്നത് 23,996 ഭാഗത്തേക്കാണ് POC. പഴയ POC ഒരു മാറ്റവും ഇല്ല. കഴിഞ്ഞ തിങ്കളാഴ്ച 23,996. ഞാൻ ഇത് കഴിഞ്ഞ വ്യാഴാഴ്ച കൊടുത്താണ്, ഒരു മാറ്റവും ഇല്ല. 23,996 ആണ് POC നിൽക്കുന്നത്. എന്റെ ബുള്ളിഷ് റെഫറൻസിന് ഒരു മാറ്റവും ഇല്ല. 23,950 പൊട്ടുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ 950 അല്ല, 950 പൊട്ടുകയാണെങ്കിൽ 23,904, അതായത് ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? 23,904 ഭാഗത്തേക്ക് വരും. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 23,868, 23,868 ഭാഗത്തേക്ക് വരാനും, അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 23,800, അത്രയാണ് 23,800. ഇതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള ഡൗൺ സൈഡ് റെഫറൻസ് ലെവലുകൾ. ഇത് കൃത്യമായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ട്രേഡബിൾ ആക്ഷൻ പ്ലാൻസ് വരാം. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്നത് 24,056, അത്രയാണ് 24,056 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ബൈയെ കുറിച്ച് ഞാൻ സ്പോട്ടിൽ ചിന്തിക്കും. സോ അത് ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് പോകും? 24,056 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് 24,100 ഭാഗത്തേക്ക്, 24,105 ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്തത് ഈ ഒരു 24,188 എന്ന് പറഞ്ഞ POC 24,188, 24,188 ഭാഗത്തേക്ക് പോകാനും,
അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,230 24,230 ഭാഗത്തേക്ക്. ഇതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള ഒരു ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഏരിയ. 24,175 ആണ്. 24,175. അപ്പം 175 230. അപ്പൊ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,056 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ റെഫറൻസ് ലെവലൊക്കെ ആക്ട് ചെയ്ത് മാർക്കറ്റ് എങ്ങോട്ട് പോകാം, താഴേക്ക് അടിച്ചിറങ്ങി വരാനുള്ള ഒരു ട്രേഡബിൾ ആക്ഷൻസ് കൃത്യമായിട്ട് മാർക്കറ്റിൽ കാണും. ഇത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് വയ്ക്കുക, ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ന്യൂട്രൽ ഡേ ആണ് നിഫ്റ്റി. സോ ന്യൂട്രൽ ഡേ എന്ന് പറയുമ്പോൾ ന്യൂട്രൽ ഡേ ഫോളോഡ് ബൈ എ ട്രെൻഡ് ഡേ എന്ന ഒരു സ്ട്രക്ചറാണ് മാർക്കറ്റ് പ്രൊഫൈൽ പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നാളെ ഇന്നത്തെ 24,042 മുകളിലോ അല്ലെങ്കിൽ 23,950 താഴെയോ മാർക്കറ്റ് വരികയാണെങ്കിൽ ഒരു മൊമെന്റം മാർക്കറ്റിലേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റി 56,700 ഭാഗത്തേക്കാണ് ആശാൻ ക്ലോസ് ആയിരിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താനുണ്ട്. നിഫ്റ്റിയെ പോലെ നിഫ്റ്റി ആ ഒരു റേഞ്ച് തന്നെ കിടന്ന് കളിക്കുന്നുണ്ട്. നിഫ്റ്റിക്ക് അങ്ങനെ ഒരു ചേഞ്ചസ് ഒന്നും ഇല്ല. പക്ഷെ ബാങ്ക് നിഫ്റ്റിക്ക് ആ ചേഞ്ചസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുന്നത് ബാങ്ക് നിഫ്റ്റി നോക്കി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിട്ടാണ് ആശാൻ ക്ലോസ് ആയിരിക്കുന്നത്. 56,820 ഭാഗത്തേക്ക് പി ഒ സി എത്രയാണ് 56,820 ഭാഗത്തേക്ക് ആ പി ഒ സി വന്നിട്ടുണ്ട്. അതിനെ ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്നെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 56,600 താഴെ 56,600 താഴെ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ബാങ്ക് നിഫ്റ്റിക്ക് ചിന്തിക്കും. ഫസ്റ്റ് അവിടെ ആയിരിക്കും. ഫസ്റ്റ് ടാർഗറ്റ് 56,600 നിൽക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് 56,424 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇമ്പോർട്ടന്റ് 56,424 56,450 ആണ് ഹാഫ് ബാക്ക്. അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന് താഴെ നിൽക്കുമ്പോൾ ജിയുടെ ലോ ആയ 56,300 ഭാഗത്തേക്ക് വരാനും, അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്തതെന്ന് പറയുമ്പോൾ ഈയുടെ ലോ ആയ 56,088 എത്രയാണ് 56,088 ഭാഗത്തേക്ക് വരാം. ഇതാണ് എനിക്ക് താഴേക്ക് പറയാനുള്ള റെഫറൻസ് ലെവൽ വെച്ച് ബാങ്ക് നിഫ്റ്റിക്ക് ഉള്ളത്. ഇനി ബുള്ളിഷ് റെഫറൻസ് പറയുമ്പോൾ ഇവ ഇപ്പൊ നിൽക്കുന്നത് നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയതുകൊണ്ട് 57,144 മുകളിൽ ഞാൻ ഒരു ബൈ എടുക്കാം. അത്രയാണ് 57,144 മുകളിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. അത് ഫസ്റ്റ് ടാർഗറ്റ് 57,000 ഇതാണ് 57,327 ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു വാല്യൂ ഏരിയ ലോ ഹൈ ആയ 57,327 ഭാഗത്തേക്ക് ഇവിടെ വരും. അതിന് മുകളിൽ നിൽക്കുമ്പം 57,455 57,455 57,455 ഭാഗത്തേക്ക് വരാനും, അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് പറഞ്ഞാൽ 57,455 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 57,600 57,600 ഭാഗത്താണ് എനിക്ക് അപ്സൈഡ് റെഫറൻസിലായിട്ട് പറയാനുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 57,144 കട്ട് ചെയ്യണമെങ്കിൽ മാർക്കറ്റിൽ ഹെവി ആയിട്ടുള്ള മൊമെന്റം വന്ന് അത് ഈ പറഞ്ഞ റെഫറൻസ് ലെവലൊക്കെ ടച്ച് ചെയ്യാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ടൊന്നും ഇല്ല. ഈ ഒരു ഏരിയ ഇപ്പൊ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ട്രേഡബിൾ ആക്ഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ 56,680 താഴെ 670 താഴെ നിൽക്കുകയാണെങ്കിൽ ഈ സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാനും ഈ വാല്യൂയുടെ ലോയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. സോ ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. OA ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ബാങ്ക് നിഫ്റ്റി. ഒരു പ്യൂർലി നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. നിഫ്റ്റി ഒരു OA ഓപ്പൺ ഓപ്ഷൻ ഇൻ ദ റേഞ്ച് ആണ്. പെർഫെക്റ്റ്ലി പറഞ്ഞാൽ ന്യൂട്രൽ ഡേ ആയിട്ടാണ് നിഫ്റ്റി നിൽക്കുന്നത്. മിഡ് ക്യാപ്പ് നോക്കിയാൽ മിഡ് ക്യാപ്പ് ഒരു ന്യൂട്രൽ ഡേ ആണ്. രണ്ട് സൈഡിലും ബ്രേക്ക് കടന്ന് മിഡ് ക്യാപ്പ് ന്യൂട്രൽ ഡേയിലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 14,604 ഭാഗത്തേക്കാണ് മിഡ് ക്യാപ്പിന്റെ പി ഒ സി. ഇപ്പൊ ഞാൻ ആ പി ഒ സി ഒന്ന് കൊണ്ടുവരാം. 14,604 ഭാഗത്തേക്ക് ആ പി ഒ സി ഞാൻ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ബുള്ളിഷ് റെഫറൻസ് പറയുമ്പോൾ ഇനി ഞാൻ ബൈ എടുക്കുന്നുണ്ടെങ്കിൽ ആശാന്റെ ബൈ എന്ന് പറയുമ്പോൾ 14,668 എത്രയാണ് 14,668 14,668 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 14,700 ഭാഗത്തേക്ക്, സെക്കൻഡ് 14,760 14,760 ഭാഗത്തേക്കും, തേർഡ് എന്ന് പറയുമ്പോൾ തേർഡ് എത്രയാണ് 14,803 എത്രയാണ് 14,803 14,803 ഭാഗത്ത്. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ള അപ്സൈഡ് റെഫറൻസ് ലെവല്. കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക.
ഇനി നമുക്ക് നോക്കേണ്ടത് ഡൗൺ സൈഡ് റെഫറൻസ് ലെവൽ എവിടെയാണ്. താഴേക്കുള്ള കാര്യം നോക്കണമല്ലോ. താഴേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം എടുക്കുന്ന ഇതാണ് 14,500 താഴെ മാത്രമേ എത്രയാണ് 14,500 താഴെ മാത്രമേ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 460 എത്രയാണ് 14,460 14,460 അത് ഫസ്റ്റ് ടാർഗറ്റ് വരും. സെക്കൻഡ് ടാർഗറ്റ് 14,400 എത്രയാണ് 14,400ന്റെ ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാം. 14,400ന്റെ ഭാഗത്തേക്കും തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 14,355 ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ള ഡൗൺ സൈഡ് റെഫറൻസ്. 14,500 പൊട്ടയാണെങ്കിൽ 14,355 വരാനും 14,668 പൊട്ടയാണെങ്കിൽ 14,800 വരെ വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. അപ്പൊ എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് മെമ്പേഴ്സ് ഉള്ള ആൾക്കാരും എന്റെ എല്ലാ ആൾക്കാരും ഇടയ്ക്കിടയ്ക്ക് വീഡിയോ വരാത്തത് കാരണം മാർക്കറ്റ് ഉള്ളത് മൂവ് എത്തുന്നത് വെറുതെ ചുമ്മാ പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്താണ് ആ വീഡിയോ ചെയ്യാത്തത്. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ലെവൽ മാർക്ക് ചെയ്യുക. നാളെ സ്പോട്ട് ചാർട്ട് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. കാരണം നാളെ ഫ്യൂച്ചർ ഡിഫറൻസിൽ ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രക്ചർ വർക്ക് ആവില്ല. അപ്പൊ എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് ഫസ്റ്റ് ഡേ ഓഫ് എ കോൺട്രാക്റ്റിൽ എപ്പോഴും നിങ്ങൾ ഫ്യൂച്ചേഴ്സ് ചാർട്ടിന് പകരം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് സ്പോട്ടിന്റെ ചാർട്ടാണ്. കാരണം സ്പോട്ടാണ് ഈക്വലൈസ് ചെയ്ത് മാർക്കറ്റിൽ മൂവ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് സ്പോട്ട് ചാർട്ട് ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഈ വരാൻ പോകുന്ന ജൂലൈ 31 ഞാനൊരു വെബിനാർ നടത്തുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ച് അറിയാനും അത് എങ്ങനെ ട്രേഡിങ്ങിന് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നോക്കാനൊക്കെ വേണ്ടി നടത്തുന്നതാണ്. അത് നമുക്ക് ചെയ്യുന്നത് നമ്മുടെ മെന്ററിംഗ് ബാച്ചിന് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ഡൗട്ടുകളും അവർക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ കിട്ടുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ഇത് പഠിക്കാൻ പറ്റും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വെബിനാർ ഞാൻ വയ്ക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ വെബിനാർ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തംബ്ലൈനിൽ കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.